മുസ്ലിം ലീഗിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കൂട്ടയടി നടക്കുകയാണ്. ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ ഒരെണ്ണം UDFന് ജയിക്കാവുന്നതാണ്. ആ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് ലീഗിന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ സീറ്റിലേക്കാണ് ഇപ്പോഴടി നടക്കുന്നത്. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു എന്നിവരാണ് വടംവലി നടത്തുന്നത്. 71 വയസ്സുകാരനായ PMA സലാമിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും സീറ്റ് നൽകിയില്ല. സമസ്തയുമായുള്ള ഭിന്നത പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സലാമിനെ മാറ്റും. ഭാരവാഹിയെ മാറ്റേണ്ട കാര്യം തീരുമാനിക്കുന്നത് ലീഗാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞുവെങ്കിലും സലാമിനെ മാറ്റില്ലെന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി സലാമിനെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് ഉയർത്തുന്നതും പരിഗണിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയില്ലെന്ന വികാരം യൂത്ത് ലീഗിലുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബുവിനെയോ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയോ മത്സരിപ്പിക്കണമെന്ന ആവശ്യം അന്ന് ഉയർത്തിയെങ്കിലും നിലവിലെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയായിരുന്നു ലീഗ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭാ സീറ്റ് വേണമെന്ന് യൂത്ത് ലീഗ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് അന്തിമ ധാരണയിലെത്തിയാൽ മതിയെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയും ചെയ്താൽ സഖ്യകക്ഷി എന്ന നിലയിൽ ഭരണപ്രാതിനിധ്യം ലഭിക്കാനുള്ള സാധ്യതയും ലീഗ് തള്ളിക്കളയുന്നില്ല. ഇതുകൂടി പരിഗണിച്ച ശേഷം രാജ്യസഭാ സീറ്റ് പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ എന്തു തന്നെയായാലും യൂത്ത് ലീഗ് ഈ സീറ്റ് വിടാൻ ഒരുക്കമല്ല. അവർക്കിത് കിട്ടിയേ പറ്റൂ. അവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റിന് ചർച്ചയാക്കിയത്.